കുറച്ച് കൂടുതൽ കാലം 1790 ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് OnePlusന്റെ OnePlus Nord Buds 3R. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1990 രൂപയാണ്. ഈവൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോലും ആ സെയിം റേറ്റാണ് കാണാൻ സാധിക്കുക. എന്നാൽ പല സമയത്തും ചില ഓഫർ സമയങ്ങളിൽ ഇതിൻ്റെ വില 1490 താന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 ആയിക്കോട്ടെ, ഇനി അതല്ല 2000 ആയിക്കോട്ടെ, OnePlus Nord Buds 3R നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈയിങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് അൺബോക്സിങ്ങിനും ഓഫർ അപ്ഡേറ്റ്സിനും ടെക് അപ്ഡേറ്റ്സിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോൾ വന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. അവിടെ പിന്നെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് ട്രാപ്പർ ഉണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus Nord Buds 3R. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ OnePlus Nord Buds 2R അൺബോക്സ് ചെയ്തിട്ടുണ്ട്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു മോഡൽ അല്ലെങ്കിൽ ഡിസൈനാണ് ഇവിടെ ഉള്ളത്. മാറ്റ് ഫിനിഷ് ആണ്. കൂടാതെ OnePlusന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്. തൊട്ടടിയിലായിട്ടൊരു LED ഇൻഡിക്കേറ്റർ കാണാം. ഏറ്റവും അടിയിലൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. 560 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിലുള്ളത്. സോ 54 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് AAC കോഡക്കിൽ ഇട്ടിട്ട് 50% പാട്ട് കേൾക്കുമ്പോഴാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു SBC കോഡക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 54 എന്ന് പറയുന്നത് കൂടുതൽ മണിക്കൂർ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 50% കേട്ടാൽ മാത്രമേ ഈ ഒരു 54 മണിക്കൂർ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 100% ഇടുവാണെങ്കിൽ ഇതിൻ്റെ പകുതിയിലേക്ക് പോകാനും നല്ല ചാൻസ് കൂടുതലാണ്. 120 മണിക്കൂർ വേണം നമുക്കിത് 100%ലേക്ക് ചാർജ് ആകാനായിട്ട്. കൂടാതെ 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 8 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയിലൂടെ കിട്ടുന്നതാണ്. ഇനി ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. ഇനി ബഡുകളിലേക്ക് വരുവാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ഒരു പ്ലെയിൻ ഡിസൈൻ എന്ന് പറയാം. പ്രത്യേകിച്ച് ഓപ്പോയുടെയും റിയൽമിയുടെ ഒക്കെ തന്നെ ഈ സെഗ്മെന്റിൽ വരുന്ന ബഡുകളുടെ ഡിസൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. പിറകിലൊരു ടച്ച് സെൻസർ നമുക്ക് കാണാം. അല്ലാണ്ട് LED ഇൻഡിക്കേറ്ററോ അങ്ങനെ ഒന്നും തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കത്തില്ല. 12.4 mm ഡ്രൈവേഴ്സ് ആണ്, ടൈറ്റനൈസ്ഡ് ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു ബഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ 58 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 12 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു സിംഗിൾ പ്ലേ ടൈം. അതും ആ ഒരു AAC കോഡക്കിൽ 50% പാട്ട് കേട്ടാലാണ് ഈ ഒരു അപ് ടു 12 hours കിട്ടുന്നത്. 60 മിനിറ്റ് വേണം ഇയർബഡ്സുകൾ 100%ലേക്ക് ചാർജ് ആകാനായിട്ട്. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ റിയൽമി ആയാലും അതുപോലെ തന്നെ ഓപ്പോ ആയാലും OnePlus ആയാലും എല്ലാം ആ ഒരു വെയറിംഗ് കംഫർട്ടിൽ പക്കയാണ്. പ്രത്യേകിച്ച് ഇത് 4.5 grams മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ചെവിയിൽ അങ്ങോട്ട് വെച്ചാൽ ആ ഒരു ഹെവിനെസ് ഒന്നും അറിയുന്നതുമില്ല. ആ ഒരു കംഫർട്ട്, നല്ല കംഫർട്ടായിട്ടാണ് ചെവിയിൽ എന്തായാലും ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഇത് അങ്ങോട്ട് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. സോ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്രൗഡ് വലിയ രീതിക്ക് അഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. ഇനി ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99.9% പാട്ടുകളിലും. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു സവിശേഷത, ഇതിൽ OnePlus 3D ഓഡിയോ എന്ന് പറഞ്ഞൊരു സ്പേഷ്യൽ മോഡുണ്ട്. 360 ഡിഗ്രി പനോരമിക് സൗണ്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. സോ ഒരു അടിപൊളി ഒരു റിച്ച് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നത്. അതിപ്പോൾ നിങ്ങൾ മ്യൂസിക് പ്ലെയറിൽ കേട്ടാലും യൂട്യൂബിൽ കേട്ടാലും ഒക്കെ തന്നെ ആ ഒരു റിച്ച് ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത്. നല്ല പഞ്ചി ബേസ് ആണ്, ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വോക്കലൊക്കെ നല്ല രീതിക്ക് ഡോമിനേറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കുകയാണെങ്കിൽ നല്ല ഒരു ബേസ് കിട്ടുന്നുണ്ട്. ഇനി അല്ല ബേസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും അവിടെ ആ ഒരു പഞ്ചി ആയിട്ടുള്ള ബേസ് കിട്ടുന്നുണ്ട്. ഒരു റിച്ച്നെസ്, ഒരു പതർച്ചയോ ഒന്നും ഇല്ലാണ്ട് കേൾക്കുന്നുണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി, ആ ഒരു പാട്ടിൻ്റെ ക്വാളിറ്റി നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യാൻ ഈ ഒരു OnePlus Nord Buds 3Rൽ അടിപൊളിയായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഞാൻ എന്തായാലും മ്യൂസിക് ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ്. കൂടാതെ IP55ൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഒരു ഹെവി റെയിനിൽ പോലും നിന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വെറുതെ മഴ തന്നെ അങ്ങോട്ട് നടക്കുവാണെങ്കിൽ പോലും ഈ ഒരു ബഡിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുന്ന സമയത്ത് അത് കടലിലാണെങ്കിൽ ഇത് പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. സോ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഇതങ്ങോട്ട് ഉപയോഗിക്കാൻ. ഇനി അതല്ല നിങ്ങൾ ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് വിയർത്താൽ പോലും ഒരു പ്രശ്നവും ഈ ഒരു പ്രോഡക്റ്റിന് വരാൻ പോകുന്നില്ല കേട്ടോ. ഇനി നമ്മുടെ ഹേമലയുടെ ആപ്പ് വെച്ചിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ബഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവേ. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. അതിൽ
എന്തായാലും ഞാൻ വൺ പ്ലസ് നോട്ട് ബഡ്സ് 3R അങ്ങോട്ട് ഞെക്കുവാണ്. അപ്പോൾ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ എത്ര പെർസെൻറ്റേജ്, റൈറ്റ് സൈഡിൽ എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടെന്നൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്കണക്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡ്യുവൽ കണക്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടാണ് ആഡ് അപ്പ് ചെയ്യേണ്ടത്. ഓൾറെഡി കണ്ടോ iQOO C9 ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല മറ്റൊരു ഫോൺ ആയിക്കോട്ടെ, ഇനി അതല്ല ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും ഈ ഒരു ആഡ് ഡിവൈസിൽ ഞെക്കിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സൗണ്ട് മാസ്റ്റർ EQ, നമ്മുടെ EQ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസും ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്തായാലും ബേസിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതല്ലാണ്ട് ബാലൻസ്ഡ് അതുപോലെ തന്നെ സെറിനേഡ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സെറിനേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആണ്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസും വോക്കലും ഒക്കെ തന്നെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്, പേര് പോലെ തന്നെ. അതുപോലെ തന്നെ ഗെയിം മോഡ്, നമ്മുടെ ആ ഒരു 47ms ലോ ലേറ്റൻസി മോഡ് ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ഓണും ഓഫും ഒക്കെ ആക്കാനായിട്ട്. ഫൈൻഡ് മൈ ഇയർബഡ്സ് ഉണ്ട്. മോർ സെറ്റിംഗ്സിലേക്ക് പോകുകയാണെങ്കിൽ അലേർട്ട് സൗണ്ട് വോളിയം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഏറ്റവും അടിയിൽ ഫേം വെയർ അപ്ഡേറ്റ് ഉണ്ട്. ഇനി ഇയർബഡ്സ് കൺട്രോൾസിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഇയർബഡ്സുകളുടെ ടച്ച് കൺട്രോൾസ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ അത് ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് എടുത്ത് പറയുന്നില്ല. എബൌട്ടിലേക്ക് പോകുകയാണെങ്കിൽ യൂസർ എഗ്രിമെൻറ്റ്, ഓപ്പൺ സോഴ്സ് ലൈസൻസ്, സപ്പോർട്ടഡ് ഡിവൈസസ്, ആപ്പ് വേർഷൻ, ഡേറ്റാ പ്രോസസ്സിംഗ് എഗ്രിമെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ആ ഒരു ഹേ മെലഡി ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി 45ms ലോ ലേറ്റൻസി മോഡ് വെച്ചിട്ട് BGMI പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ട്രിഗറിന് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് സിംഗിൾ ടാപ്പ് പോകാവേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാം അല്ലേ. പിന്നെ SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു 47ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആക്കിയത്. അതുകൊണ്ട് തന്നെ 47ms ആ ഒരു മാക്സിമം ഔട്ട്പുട്ട് എന്തായിരുന്നു അതാണ് നിങ്ങളിപ്പോൾ കണ്ടതും. ഞാൻ പിന്നെ എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രോ പ്ലെയർ ആണെങ്കിൽ ഒരു വയേർഡ് ഇയർഫോൺ വെച്ച് കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബ്ലൂടൂത്തിലേക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും എവിടെയെങ്കിലുമൊക്കെ തന്നെ ചെറിയ പൊടിക്ക് ഒരു ഡിലേ നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും. സോ വയേർഡ് ഇയർഫോൺ ആണ് നമുക്ക് BGMI പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വൺ പ്ലസ് നോട്ട് ബഡ്സ് 3R കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യാനുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1799 ആയിക്കോട്ടെ, ഇനി അതല്ല അവരുടെ പുതിയ റേറ്റായ 1999 ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് വെച്ചാൽ ഞാൻ പറയണത് ഒരു 1799 നല്ല ഡീലായിരുന്നു. ചില സമയങ്ങളിൽ ഇത് 1499 എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുള്ളവർക്ക് വളരെ വളരെ നല്ലൊരു ഡീലെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ 1999 രൂപയ്ക്ക് മേടിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ പ്ലസിൻ്റെ ഒരു മൊബൈലാണ് നിങ്ങളുടെ ഉള്ളത് 2000 രൂപയ്ക്കുള്ളിലുള്ളൊരു വൺ പ്ലസിൻ്റെ ബഡ് മേടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്യാം. അതർവൈസ് മറ്റുള്ളവർ ഇത് മേടിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് കൂടുതലായിട്ട് എടുത്ത് പറയത്തില്ല. കാരണം ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബേസ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് റിയൽമിയുടെ ബഡ്സ് T310 അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വൺ പ്ലസ് മൊബൈൽ ഇല്ലാത്തവർ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി അതല്ല വൺ പ്ലസിൻ്റെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വൺ പ്ലസ് നോട്ട് ബഡ്സ് 3R നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നത് 1799, 1499 ഇതിലൊക്കെ ഇത് മേടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.